മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, അധ്യാപികമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഈ കലാപരിപാടിയിൽ വല്ല തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാൽ സദയം ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ തുടങ്ങട്ടെ. അതാ അങ്ങോട്ട് നോക്കൂ. അല്ല, ഇങ്ങോട്ട് നോക്കൂ. എവിടെ ഒന്ന് ഉറച്ചു നിൽക്കേണ്ടത്? ഇങ്ങോട്ട് നോക്കൂ. സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, അവരുടെ വീടുകൾ പൊളിച്ചിരിക്കുകയാണ്. ഒരു ദിവസം അതിരാവിലെ പുലർച്ചെ വന്നിട്ട് സർക്കാരിൻ്റെ ബുൾഡോസറുകൾ വന്നിട്ട് അവരുടെ വീടുകൾ പൊളിച്ചിരിക്കുകയാണ്. അവർ തെരുവിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, രോഗികളുണ്ട്, വൃദ്ധരുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ പോയി കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നം മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നു. അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് റഹീമിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങേര് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അദ്ദേഹം ചെയ്യേണ്ട ജോലിയാണ് നിശ്ചയമായിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് വിചാരിക്കുകയല്ലല്ലോ അദ്ദേഹം ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ ഈ പ്രശ്നം രാജ്യത്തിന് മുമ്പാകെ വെക്കും, ജനങ്ങൾക്ക് മുമ്പാകെ വെക്കും. അതിൽ രാഷ്ട്രീയം ആരോപിക്കുന്നതൊക്കെ ആളുകൾ ആക്കെ ശരി, രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവിക രാഷ്ട്രീയം ഉണ്ടാകും. എനിവേ, ഇതൊന്നും ഒരു ജെന്യൂൻ ഇഷ്യൂ ആണ് ബാംഗ്ലൂരിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പോയി കാണുന്നു, അവരുടെ പ്രശ്നം ഞാൻ രാജ്യത്തിന് മുമ്പാകെ വെക്കുന്നു. എനിക്ക് ഭാഷാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും ഞാനത് പറയും എന്ന് റഹീം വിചാരിക്കുന്നത്, അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? കേട്ടില്ലേ, കണ്ടില്ല നിങ്ങളൊക്കെ? ഇരുട്ടുമുറിയിൽ അടുപ്പ് കൂട്ടി ദാവൂദ് വിഷം തുപ്പുന്നത് കണ്ടില്ലേ? ഇതൊന്നുമല്ല, ഇതിനേക്കാളും കൊടും വിഷം തുപ്പുന്നുണ്ട്. കേട്ടുനോക്കി. സമാനമായൊരു സന്ദർഭം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണുന്നത് 1952 മെയ് 19 ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ ബ്ലോക്കിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളത് എഗൈൻ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ 2 വാചകങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. I and my friends are new to parliamentary procedures and practices. Whatever might be the language in which we speak, നമ്മൾ ശ്രദ്ധിക്കണം. Whatever might be the language in which we speak, whether our English may be good or not, you will hear from us the voice of the people. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇംഗ്ലീഷും നല്ലതാകാം, മോശമാകാം, പക്ഷേ ജനങ്ങളുടെ കാര്യം ഞങ്ങൾ പറയും. അത് AKG അതെന്താ പറയുക, തെളിയിച്ച മനുഷ്യനാണ് കേട്ടോ. AKGയുടെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ജവഹർലാൽ നെഹ്റു ശ്രദ്ധയോടെ, അതീവ ജിജ്ഞാസയോടെ, കൗതുകത്തോടെ AKGയുടെ പ്രസംഗങ്ങൾ കേട്ടുന്നു. കണ്ടോ, കിട്ടിയ ചാൻസിൽ മരിച്ചുപോയ AKGന്റെ മേലും ദാവൂദ് വിഷം ചീറ്റി. ഞങ്ങളെ ഇംഗ്ലീഷ് മോശമായാലും നന്നായാലും ജനങ്ങളുടെ കാര്യം ഞങ്ങൾ പറയുന്ന AKG ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞേ. വിഷമല്ലതൊക്കെ അതിനേക്കാളും വലിയല്ലേ ഇതൊക്കെ നെഹ്റു ശ്രദ്ധിച്ച് കേട്ടിരുന്നു എന്ന് ദാവൂദ് പറയാ. എവിടെ? അടുപ്പ് കൂട്ടി ചർച്ചയിൽ, ഇരുട്ടുമുറിയിൽ, മീഡിയ വണ്ണില്. എങ്ങനെയുണ്ട്? ഒരാൾക്ക് അയാൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാത്തൊരു ഭാഷ, ഇംഗ്ലീഷ് എനി ലാംഗ്വേജ് ആകട്ടെ, ആ ഭാഷ അതിൽ കമാൻഡ് കുറഞ്ഞിരിക്കുന്നു, അതിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ അയാൾ സംസാരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേര് അയാൾ അങ്ങ് നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരാൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് എന്തോ വലിയ കുറവാണെന്ന് പറയുന്നു ശരിയല്ല. അങ്ങനെ കഴിവുണ്ട് എന്നുള്ളതുകൊണ്ട് അയാളൊന്നും മഹാനാണെന്ന് വിചാരിക്കേണ്ട. ഇപ്പം നമുക്കറിയാം, വളരെ അടിപൊളി ഇംഗ്ലീഷിൽ, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷെന്നോ വിക്ടോറിയൻ ഇംഗ്ലീഷെന്നോ പറയാവുന്ന ഇംഗ്ലീഷിൽ ക്ലാസിക്കൽ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ വിജയിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തോന്നാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പറഞ്ഞ മാന്യദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പോക്കറ്റില്, കോട്ടിന്റെ പോക്കറ്റില് ഒരു റോസാപ്പൂ ഉണ്ടാവാറുണ്ട്. ഈ മാന്യദേഹത്തിന്റെ കയ്യിൽ ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പൂവുണ്ട്. ആ പൂ പക്ഷെ വിരിയാറുള്ളത് ചേറിലാണ്, ചെളിയിലാണ്. അത്ര മതിയല്ലോ, കാര്യം മനസ്സിലായല്ലോ ആരാണെന്നുള്ളത്. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എവിടെയാണോ ഉന്നയിക്കേണ്ടത് അവിടെ ഉന്നയിക്കാനുള്ള ശേഷി ഉണ്ടാവുക. എങ്ങനെയുണ്ട്? നാഴികക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമിയെ, മീഡിയ വണ്ണിനെ
മാധ്യമം പത്രത്തെ എന്തിന് സാക്ഷാൽ സി ദാവൂദിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ റഹീമിന് ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ആ പ്രശ്നങ്ങള് വേണ്ടെടുത്ത് ഉന്നയിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ദാവൂദ് വിഷം ചീറ്റിയിരിക്കുന്നു. ഇതിനേക്കാളും വലിയ കൊടും വിഷം ഈ ഭൂമി മലയാളത്തിൽ വേറെ ഉണ്ടോ സഖാക്കളെ? ബേസിക്കലി ഭാഷാശുദ്ധിയുടെ പേരിൽ ഒരു പൊതുപ്രവർത്തകനെ അദ്ദേഹം ചെയ്ത ഉത്തരവാദിത്വത്തിന്റെ പേരിൽ കടന്നാക്രമിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. റഹീം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന് പറഞ്ഞ് ദാവൂദ് അങ്ങോട്ട് അവസാനിപ്പിച്ച്, ഇത് കഴിഞ്ഞിട്ട് നിഷാദ് റാവുത്തറിന്റെ ഒരു തുപ്പലുണ്ട് മക്കളെ, ഓന്റെ സഖാക്കളെ, അതൊരു ഒന്നൊന്നര വിഷം ചീറ്റല. ഒന്ന് കേട്ടോക്കി. ബാംഗ്ലൂരിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു അനീതിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ അതിനേക്കാൾ വലിയൊരു വിഷയമായിട്ടും അതിനേക്കാൾ വലിയ തലക്കെട്ടായിട്ടും അതിനേക്കാൾ വലിയൊരു പ്രചാരണായുധമായിട്ട് ഇതിനെ എടുത്തു വെക്കുന്നത് വഞ്ചനാപരമാണെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഒന്ന്, ഇംഗ്ലീഷ് അറിയാമോ ഇല്ലയോ എന്നുള്ളത് റഹീമിന്റെ വ്യക്തിപരമായ ഒരു എബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് സമൂഹത്തിന് എന്താണ് കാര്യമുള്ളത് എനിക്കറിയില്ല. അയാള് പാർലമെന്റിൽ പോകുന്നു, പാർലമെന്റിൽ പോയി കേരളത്തിന്റെ വിഷയങ്ങൾ, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. അത് നോക്കിയാണ് പലപ്പോഴും വായിക്കുക. എങ്കിലും അയാളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു, ചർച്ചയിൽ പങ്കെടുക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. പോരെ? നമ്മക്കത് പോരളിയ. ഇംഗ്ലീഷ് അറിയായ്മ ഒരാളുടെ ഒരു പെർഫെക്ഷനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. BA-യും MA-യും ഒക്കെ കഴിഞ്ഞിട്ടും മലയാളം നന്നായി സംസാരിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അത് നമ്മുടെ മലയാളം മീഡിയത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ മലയാളം മീഡിയത്തിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എത്തിയാൽ പോലും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ബഹുഭൂരിപക്ഷം വരുന്ന ഡിഗ്രി സ്റ്റുഡൻസ് ആയിട്ടുള്ള പഴയ 80s and 90s കിഡ്സിന് എത്തവർക്ക് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. അങ്ങനെ നിഷാദ് 80s 90s ടീംസിനെ മൊത്തം വിഷം ചീറ്റി കൊന്നില്ലേ? ഏത് നോട്ടീസ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഏത് അന്യായ താമസക്കാരായാലും വേണ്ടില്ല, അവർ ഇന്ത്യൻ പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവരെ ഒരു ഭരണകൂടം ബുൾഡോസറിട്ട് ഇടിച്ചിറക്കി വിടുമ്പോൾ ഈ രാത്രിയിൽ ഗർഭിണികളും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായ ആ മനുഷ്യർ ഇന്നെവിടെ അന്തി ഉറങ്ങുമെന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ആ ഭരണകൂടത്തിനുണ്ട്. അത് ആ ഭരണകൂടം നിറവേറ്റിയില്ല. ഈ കേരളത്തിന് പുറത്ത് നമ്മൾ എവിടെയും കാണുന്നതാണ് ഇത്തരം ഇറക്കിവിടലുകൾ. അതിപ്പോൾ ഈ ചർച്ചയാവുകയും അവർക്ക് ഫ്ളാറ്റ് കൊടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും കർണാടക സർക്കാർ തീരുമാനിച്ചതായി വാർത്തകൾ കാണുന്നു. അതെങ്ങനെ സംഭവിച്ചാണ്? കർണാടകയിൽ ഉണ്ടായി വന്നിട്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അത് ഇന്ത്യയിൽ ഡിസ്കഷനാക്കി കൊണ്ടുവന്നത്, അതൊരു പ്രതിഷേധ വിഷയമാക്കി കൊണ്ടുവന്നത് കേരളത്തിലെ ആൾക്കാരാണ്, അല്ലേ? കേരളത്തിൽ നിന്നുള്ള ഇപ്പൊ A. റഹീം നിർവഹിച്ച ഒരു ദൗത്യത്തിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? അയാൾ അവിടെ പോയി ആളുകളെ കാണുന്നു, അയാളുടെ പാർട്ടി നിർദ്ദേശപ്രകാരമാണെങ്കിൽ കൂടി അയാളോട് പോയി ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, അത് വാർത്തയാക്കുന്നു, കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ വരുന്നു, മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു, അതിനൊരു പരിഹാരമുണ്ടാക്കാതെ നിവൃത്തിയില്ല എന്ന ഘട്ടത്തിലേക്ക് സിദ്ധരാമയ്യ വരുന്നു. കണ്ടില്ലേ, കേട്ടില്ലേ? റഹീം തന്റെ ഡ്യൂട്ടി നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ചാണല്ലോ. അതില് കേരള മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയന് പങ്കുണ്ട് പോലും. കേരളത്തിന്റെ ഇടപെടലിൽ കർണാടകയിലെ സിദ്ധരാമയ്യ മുട്ടുകുത്തി. എങ്ങനെയുണ്ട്? ഇമ്മാതിരി വിഷം സയനൈഡ് തോൽക്കൂല സഖാക്കളെ. റഹീം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് പൂർത്തിയാക്കിയത് എന്ന് ഞാൻ പറയും. റഹീം അടക്കമുള്ള ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ കർണാടകയിലെ മനുഷ്യർ തെരുവി കിടക്കും. അതിന് പരിഹാരം ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നുള്ള മനുഷ്യന്മാരുടെ രാഷ്ട്രീയ ശബ്ദമാണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതോ തെരുവുകളിൽ എടുത്തെറിയപ്പെട്ട മനുഷ്യർക്ക് തുല്യമായി കർണാടകയിലെ ബാംഗ്ലൂരിലെ ഈ മനുഷ്യർ മാറിയനെ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് എന്താണ് ഹാറ്റ്സ് ഓഫ് ആണ് പറയാൻ തോന്നുന്നു. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ ഈ എപ്പിസോഡിന്റെ വിഷം തേണ്ടിയിട്ട് സമർ മീഡിയ ഒരു വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത്. ഏതാ വീഡിയോ എന്നറിയോ? നമ്മുടെ ആദരവാക്കപ്പെട്ട റഹീം സഖാവിനെ ട്രോളിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയെ ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു സമർ മീഡിയ. ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് സമർ മീഡിയയിൽ ഒരു 1-2 വീഡിയോ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ ട്രോളിക്കൊണ്ട് ഓടുന്നുണ്ട്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് വരാവുന്ന ഒരു ട്രോൾ വീഡിയോ ആയിരുന്നു സമർ മീഡിയ ചെയ്തത്. ആളുകൾ കണ്ടു തുടങ്ങി, ലൈക്ക് ചെയ്ത് കമന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഈ വിഷം തീണ്ടുന്നത്. അപ്പോ സമർ മീഡിയ ആ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത്. അതെന്തിനാ ഡിലീറ്റ് ചെയ്തതെന്നറിയാം? അതായത് ഈ ദാവൂദിന്റെ ഉള്ളിൽ കയറി കൂടിയ വിഷം ഉണ്ടല്ലോ, അത് അത്രക്കൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ സമർ മീഡിയയുടെ ഉള്ളിലും കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാല്
നേര് കണ്ടാൽ നേരാണ് എന്ന് പറയും. ഇനി നേരല്ലെങ്കിൽ നേരല്ല എന്ന് നേരെ നിന്നങ്ങോട്ട് പറയും. അതിന് ഏത് കൊമ്പത്തെ മഹാരാജാവിൻ്റെ മുമ്പിലായാലും നേരും നേരില്ലായ്മയൊക്കെ നേരോടെ തന്നെ പറയും. ഇനിയിപ്പോ ഇതൊക്കെ അങ്ങനെ കണ്ടിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഓരോടാ പറയുന്നത്, അതായത് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് ഭക്ഷണമുണ്ടോ, വസ്ത്രമുണ്ടോ, പാർപ്പിടമുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആ നാട്ടിലെ ഗവൺമെന്റാണ്. ആ നാട്ടിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണത്. അക്കാര്യത്തിൽ കർണാടകയിലെ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഈ MLA-മാരും മന്ത്രിമാരും ഒക്കെ ചില്ലുകൊട്ടാരത്തിൽ ഇങ്ങനെ ആർഭാട ജീവിതം നയിക്കുമ്പോൾ പുറത്തു കുറെ മനുഷ്യന്മാര് ഏതോ ചേരിയിലോ ചേറിലോ ഒക്കെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് തണുത്ത് വിറച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള നല്ല നല്ല സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ സമ്പന്ന വർഗത്തിന് പിന്നെയും സുഖാഡംബരത്തിനുള്ള ആസ്വാദനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയല്ല വേണ്ടത്. ഇനിയിപ്പോ അവർക്ക് പുതിയ പദ്ധതി വരുന്നുണ്ട്, പാക്കേജ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറും ന്യായീകരണമാണ്. അതുകൊണ്ടൊന്നും ഈ മനുഷ്യന്മാരുടെ വേദന മാറൂല. ആ പാവങ്ങൾ കുറച്ചു ദിവസമായിട്ട് കഷ്ടപ്പാട് സഹിച്ച് തണുത്ത് വിറച്ച് ഭക്ഷണം കിട്ടാതെ എവിടേക്കോ എങ്ങനെയൊക്കെയോ ഒക്കെ നരകിച്ച് ജീവിക്കുകയാണ്. അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് മുന്നേ അവർക്ക് വേണ്ട ബദൽ സംവിധാനം ഒരുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അവര് എവിടുന്നോ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല. ഈ നാട്ടില് കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്ന ഈ നാട്ടിലെ തിരിച്ചറിയൽ സംവിധാനങ്ങളുള്ള, ആധാർ കാർഡുള്ള, റേഷൻ കാർഡുള്ള ഇന്നാട്ടിലെ പൗരന്മാരാണ് അവര്. അവർ ഇന്നോ ഇന്നലെ വന്നിട്ട് അവിടെ ടെന്റ് കെട്ടി കൂടിയവരുമല്ല, വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവരാണ്. അവർക്ക് നാളെ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നത് അത് മനുഷ്യന്മാർക്ക് പറ്റിയ വർത്തമാനമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കട്ടെ.